ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ മഴയെല്ലാം നിന്ന് ഇനി മട്ടുപ്പാവ് കൃഷി നടത്താൻ അതിന് വേണ്ടിയിട്ട് ഇത് പാക്കറ്റ് ആക്കുന്നതും വളമാക്കുന്നതും ചെടി കുഴിച്ചിടുന്നതെല്ലാം നമുക്കൊന്ന് കാണാം. ഇത് ഇങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ പഴയ പാക്കറ്റെല്ലാം പൊട്ടിച്ചിട്ട് നമ്മളെ വിത്തയിൽ മണ്ണ് കൂട്ടിയിടും. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാക്കറ്റെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലാം ഓരോരോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇത് കളക്കുക. ഇതേപോലെ എല്ലാ മണ്ണെല്ലാം കൂട്ടിയിട്ട് ആദ്യം കളക്കുക. ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ മണ്ണെല്ലാം ഇത് കളത്തിയിടുന്നു. ഓരോരു ചെടിച്ചട്ടിയിലും ഞാൻ മുട്ടിയിട്ട് ഇതിനകത്ത് ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ വേരും കളിയെല്ലാം ഇങ്ങനെ പെറുക്കി കളിയാം. എന്നിട്ട് നമ്മൾ നല്ല എല്ലാ പുല്ലെല്ലാം എല്ലാം പൊരിച്ച് കളഞ്ഞ് എന്നിട്ട് കൂട്ടിയിട്ടിട്ടാകുമ്പോൾ ഇതിനകത്ത് നമ്മൾ കുമ്മായം ഇടുക. കുറച്ച് ഇത് പൊതുവേ തന്നെ കുമ്മായം ഉള്ളത് തന്നെ, പഴയ മണ്ണായാലും ഇത് ഇങ്ങനെ കുറച്ച് കുമ്മായം ഇതിലേക്ക് വിതറുക. ഈ മണ്ണിന് ഇങ്ങനെ കുമ്മായം ഇടുക. എന്നിട്ട് അത് നല്ലവണ്ണം കൂട്ടിയാവും. പുല്ലെല്ലാം ഉണ്ടെങ്കിൽ പറിച്ച് കളയുക. ഇങ്ങനെ എല്ലാം കൂട്ടിയിട്ടിട്ട് കുമ്മായം മണ്ണുമായിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും വളമുണ്ടെങ്കിൽ അത് യോജിപ്പിക്കുക. ഞാനിവിടെ കോഴി വളമാണ് ഇടുന്നത്. ഇതെന്ന് വെച്ചാൽ ഈർച്ചപ്പൊടിയും എല്ലാം ഉള്ള കോഴി വളമായതുകൊണ്ട് നല്ല ഇളക്കം കിട്ടും മണ്ണിന്. പിന്നെ ചാണകപ്പൊടിയും കുറച്ച് ഉണ്ടെങ്കിൽ ഇടുക. ഇങ്ങനെ കോഴി വളം ഇട്ട് അതും ഇങ്ങനെ യോജിപ്പിക്കുക. ഈർച്ചപ്പൊടി ഉള്ള കോഴി വളമാണ്, അതുകൊണ്ട് നമുക്ക് മണ്ണിന് നല്ല ഇളക്കം കിട്ടും. അപ്പോൾ വേരോട്ടും ഉണ്ടാകുമെങ്കിൽ നല്ല ഇങ്ങനെല്ലാം കൂട്ടി യോജിപ്പിക്കുക. നല്ലവണ്ണം കൂട്ടി ഇളക്കുക. എല്ലാം നല്ലവണ്ണം യോജിക്കണം. മണ്ണ് വാങ്ങിച്ച് നല്ല വിധത്തിൽ യോജിച്ച് നല്ല ഇളക്കി നല്ല പൊടി പൊടി പൊടിയാക്കണം. ഇങ്ങനെ യോജിച്ച് എന്നിട്ട് നമ്മൾ ചെടിച്ചട്ടി എടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഈ പിന്നെ മറ്റേ കവർ പാക്കറ്റും പറ്റും. ചെടിച്ചട്ടിയിലേക്ക് കുറച്ച് ഇങ്ങനെ ഉണങ്ങിയ ഇല വാരി നിറയ്ക്കുക. ഇങ്ങനെ നിറച്ചാലെന്ന് വെച്ചാൽ നമുക്ക് ഈ മണ്ണിൻ്റെ ഭാരം കുറയും. അപ്പോൾ എടുത്തു കൊണ്ടുപോകാനൊന്നും അത്ര വെയിറ്റ് തോന്നില്ല. ഇങ്ങനെ നമ്മൾ അടിച്ചു വാരിയിട്ട് മുറ്റയെല്ലാം അടിച്ചു വാരിയിട്ട് പിന്നെ വേസ്റ്റ് ഇങ്ങനത്തെ പച്ചിലകളും ചകിരിക്കുച്ചും എല്ലാം കൂടി ഇങ്ങനെ നിറയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഈ കുഴച്ച് വെച്ച മണ്ണ് നമ്മൾ കുറേശ്ശെ നിറയ്ക്കുക. ഒരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി. പിന്നെ നമുക്ക് നട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം അങ്ങോട്ട് അമരും. ചപ്പെല്ലാം പിന്നെ ചെയ്യുമ്പോൾ അത് കുറച്ച് അങ്ങോട്ട് അമരും. അന്നേരം കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നിറച്ചാൽ കുറച്ചേ നമുക്ക് മണ്ണ് ആവശ്യമുള്ളൂ. ഈ മട്ടുപ്പാവിലാകുമ്പം ഭയങ്കര വെയിറ്റ് ആകുന്നതെല്ലാം നല്ലതാണ്. ഇത് ചപ്പാകുമ്പോൾ അത്ര വലിയ വെയിറ്റില്ല. മണ്ണ് നിറയ്ക്കുക. ഒരു 3/4 ഭാഗത്തോളം ഇങ്ങനെ മണ്ണ് നിറച്ച് വെക്കുക. ഒരു കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുറച്ച് അമരും.
ഇത്രയും ചപ്പിടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ഒട്ടും തന്നെ വെയിറ്റ് തോന്നില്ല. പിന്നെ കുറച്ച് നടാൻ മാത്രം കുറച്ച് മണ്ണിടുക. മണ്ണും ആ വളവും കൂട്ടി വെച്ച മിശ്രിതം ഇതിലിങ്ങനെ നിറച്ച് വെക്കുക. പിന്നെ ഇങ്ങനത്തെ സിമെൻറ്റിൻ്റെ ചാക്കും നമുക്ക് ചട്ടിയില്ലെങ്കിൽ ഉപയോഗിക്കാം. അതും നല്ല ഇതിനാണ്. ഒരു കൊല്ലത്തെ എല്ലാം എത്തും, പിന്നെ നുറുങ്ങിപ്പോകുന്നുണ്ട്. അത് പിന്നെ ഹരിതസേനക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ നമുക്ക് എത്ര ചാക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മുറ്റയിലടിക്കുമ്പോൾ വളപ്പിൽ നിന്ന് ചപ്പുണ്ടെങ്കിൽ അത് വാരി വാരി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ വേര് നല്ലോണം ഓട്ടം ഉണ്ടാവും. അപ്പോൾ നല്ലോണം നമുക്ക് ഇത് പയറെല്ലാം ഉണ്ടാവും. ചെടിയായാലും തക്കാളിയെല്ലാം നല്ലോണം ഉണ്ടാവും. ഇത് ഇളക്കി മണ്ണായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ വാരിടുക. അല്ലെങ്കിൽ സിമെൻറ്റ് കത്തിയോ ഇങ്ങനത്തെ ഈ സിമെൻറ്റ് കത്തിയെല്ലാം എടുത്താൽ കൈയിൻ്റെ വിരലൊന്നും വേനെടുക്കില്ല. ഇതിങ്ങനെ കോരിയിടുകയും ചെയ്യുക. എങ്ങനെയാണെന്ന് എടുക്കല്. പക്ഷേ ഇതിപ്പോൾ ഇളക്കി ഇട്ടേം പാടായതുകൊണ്ട് ഒട്ടും തന്നെ മാറില്ല. ഇങ്ങനെ നിറച്ച് വെക്കുക. ഇത് പിന്നെ നമ്മളൊരു 3 ദിവസം പിന്നെ ഇങ്ങനെ നിറച്ച് ഇത് ഇങ്ങനെ 3 ദിവസം ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് ചെടീൻ്റെ അത് നടും. ഒരു കുമ്മായത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു ചൂട് പോണ്ടിയിട്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെടികളിലെന്ന് വെച്ചാൽ പൂച്ചെടിയോ അല്ലെ ചീര മറ്റ് പച്ചക്കറി എന്തെന്നായാലും നമുക്ക് നട്ട് വെള്ളം കോരാം. ഇതിനി 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നരിക്കും. ഇനി കുറച്ചും കൂടി ചട്ടിയുണ്ട് നരയ്ക്കുക. കുറച്ചും കൂടി ചപ്പ് പോയിട്ട് വാരിയിട്ട് വരണം. താഴെ ഉണ്ട് അടിച്ച് കൂട്ടിയിട്ട്. ഇത് പിന്നെയും കുറേ ചാക്ക് ഞാൻ ചപ്പ് നിറച്ച് അത് നമുക്ക് ഇതിലും കൂടി നിറയ്ക്കാം. എൻ്റെ ഭർത്താവും കൂടെ ഉണ്ട് സഹായിക്കാൻ. അവരാണ് വെള്ളമെല്ലാം എപ്പോഴും കോരുന്നത്. അങ്ങനെ ചെടിയെ നമ്മൾ 2 പേരും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3/4 ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതി. ഇങ്ങനെ എന്നുവെച്ചാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം കോരുമ്പോൾ ഇത് അമരും. അന്നേരം ചെടി നട്ടിട്ട് പിന്നെ ആദ്യം കുറേശ്ശെ മണ്ണ് അതിൻ്റെ കൊണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ ചെടി നടൂ. അന്നേരം കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ടിനെല്ലാം ഇത് അയച്ചു കൊടുക്കുക. ഇതേപോലെ കൃഷി ചെയ്താൽ നമുക്ക് നല്ലവണ്ണം ഇത് പച്ചക്കറികളിലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ മഴക്കാലം തന്നെ നട്ട് പയറില്ലാന്ന്. ഇതെല്ലാം ഇപ്പോൾ പയർ വിളവെടുക്കൽ തുടങ്ങി. പിന്നെ മഴക്കാലം കുറേയെല്ലാം പോയി കോവയ്ക്കെല്ലാം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയെല്ലാം ഇതാ കോട്ടപ്പയറെല്ലാം ഉണ്ടായി. ആ മഴക്ക് കുറേ പോയി അതുകൊണ്ടാണ് ഇപ്പോൾ മഴ നിന്നേമ്പാട് ചെയ്യുന്നത്. എന്നാൽ ബായ്.